of David, we worship you. God of Daniel, we worship you. God of David, we worship you. God of Daniel, we worship you. God of Samuel, God of Samuel, we worship you. God of Walrus, God of Walrus, we worship you. God of Samuel, God of Samuel, we worship you. God of Walrus, we worship you. 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 കർത്താവ് നിങ്ങളെ അഭിഷേകത്തിന്റെ നദിയിൽ നിന്ന് കുളിപ്പിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുക. I pray that may the Lord bathe you in the river of anointing today. ഞാൻ ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് തന്നെ While standing here in the stage itself, പത്രോസിന് അഭിഷേകം പ്രാർത്ഥിക്കുകയാണ്. I am praying for the anointing of Peter. ഇന്നലെ നടന്നു വന്നിരുന്നു, ഇടയിലേക്ക് വന്നു. Yesterday I came among you ഷാഡോ പീറ്റർ പ്രാർത്ഥിച്ചുകൊണ്ട് by praying shadow of Peter. ഇന്ന് ആദ്യമായിട്ട് വന്നവർക്കും പ്രധാന അഭിഷേകം അങ്ങ് ബാൽക്കണി വരെയും അത് കടന്നു വരും. Today the anointing of the Lord, it will come till the end. ഷാഡോ പീറ്റർ എന്ന് പറഞ്ഞാൽ പത്രോസിന്റെ നിഴൽ, പത്രോസിന്റെ അഭിഷേകത്തിന്റെ ശക്തിയാണത്. When I say shadow of Peter, it is the anointing of Peter. ഗ്ലോറി. ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് വരികയാണ്. ഇതിൽ നടക്കും. I'm going to walk. നിങ്ങൾ കണ്ണൂർ നിന്നച്ചാൽ മതി, നിങ്ങൾ സ്വീകരിക്കണം. You just have to keep your eyes open. It will fall upon you. Amen. Glory. സ്തുതി. Shadow of Peter. Yes. Amen. Glory. Amen. Glory. Amen. Glory. Shadow of Peter. Shadow of Peter. Shadow of Peter. Shadow of Peter. Amen. Glory. Amen. Glory. Tell you Abhishekam. Amen. All day. Amen. കൈകളെ കോർത്ത് പിടിക്കുക. Join your hands too. വേഗം കൈകൾ കോർത്ത് പിടിക്കുക. വേഗം Join your hands. Glory, hallelujah, glory, hallelujah, glory. നിമിഷങ്ങളിൽ നിങ്ങളോട് പങ്കുവയ്ക്കപ്പെടുന്ന കാര്യങ്ങൾ, So the things that are shared now,
ചില ദൈവിക രഹസ്യങ്ങളാണ്. They are divine secrets. അതെല്ലാം തുറന്ന ഹൃദയത്തോടെ കേൾക്കുവാൻ To listen to that with an open heart. നിങ്ങളെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. May the Holy Spirit help you. വെളിപാടിന്റെ പുസ്തകം 12:1 Revelation 12:1. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടിയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങളുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. പ്രസവവേദനയാൽ അവൾ നിലവിളിച്ചു. പ്രസവ ക്ലേശത്താൽ അവൾ ഞെരുങ്ങി. A great portent appeared in the heaven, a woman clothed with the sun, with the moon under her feet, and on her head a crown of 12 stars. She was pregnant and was crying out in birth pangs, in the agony of giving birth. 3-ാമത്തെ വചനം, സ്വർഗത്തിൽ മറ്റൊരു അടയാളം കൂടി കാണപ്പെട്ടു. ഇതാ അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം, അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ. Then another portent appeared in heaven, a great red dragon with 7 heads and 10 horns and 7 diadems on his heads. 1-ലെ വചനം പറഞ്ഞിരിക്കുന്നു, സ്വർഗത്തിൽ ഒരു വലിയ അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടിയാക്കിയ ഒരു സ്ത്രീ. Verse 1 says, a great portent appeared in heaven and a woman clothed with sun. സൂര്യനെ വസ്ത്രമാക്കി ധരിച്ച എന്ന് പറഞ്ഞാൽ സൂര്യനെ പോലെ പ്രകാശിക്കുന്ന ഒരു സ്ത്രീ. Means a woman who shines as bright as the sun. അവൾ നിൽക്കുന്ന ഒരു ചന്ദ്രന്റെ മുകളിലാണ്. She is standing on top of a moon. അവിടെ ശിരസിൽ ഒരു കിരീടമുണ്ട്, അതിൽ 12 നക്ഷത്രങ്ങളുണ്ട്. And on her head there is a crown and it has 12 stars. ദൈവത്തിന്റെ സൃഷ്ടികളായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും അതിന് മേലുള്ള അധികാരവും ആധിപത്യമുള്ള സൂര്യ തേജസ്സിനേക്കാൾ ജ്വലിക്കുന്ന പ്രകാശമുള്ള ഒരു സ്ത്രീയാണ് കർത്താവ് യോഹന്നാനെ കാണിച്ചു കൊടുത്തത്. The Lord is showing Saint John a woman who has authority over sun, moon, stars and is more brighter than the sun. എന്നാൽ അടുത്ത വചനം പറഞ്ഞിരിക്കുകയാണ്, അവൾ ഗർഭിണിയായിരുന്നു. പ്രസവവേദനയാൽ അവൾ നിലവിളിച്ചു. പ്രസവ ക്ലേശത്താൽ അവൾ ഞെരുങ്ങി. But the next verse says she was pregnant and was crying out in birth pangs and in the agony of giving birth. ഈ 2 വചനങ്ങളും അനേകം പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. These 2 words I have shared many times with you. പക്ഷെ ഞാൻ അതിനേക്കാളും വ്യത്യസ്തമായിട്ട് മറ്റൊരു വ്യാഖ്യാനത്തിലേക്ക് കടക്കുകയാണ്. But apart from all that, I am going into a new revelation. ഈ സൂര്യനെ ഉടയാടിയാക്കിയ സ്ത്രീ, This woman clothed in sun, അത് ദൈവത്തിന്റെ ആദ്യ സൃഷ്ടിയായ ജ്ഞാനമാണ്. it is the first creation of God, the wisdom. ബൈബിൾ വേറെ ഒരിടത്തും നമ്മൾ ആ സ്ത്രീയെക്കുറിച്ച്, ആദ്യ സൃഷ്ടിയെക്കുറിച്ച് നമ്മളിങ്ങനെ പ്രത്യക്ഷമായിട്ട് നമ്മൾ കാണുന്നില്ല. Nowhere in the Bible we hear about the first woman in this such a descriptive manner as a woman. പക്ഷേ ബൈബിളിലെ അവസാന പുസ്തകമാണ് വെളിപാട്. But Revelation is the last book in അവിടെ Bible. ദൈവം പഴയ നിയമത്തിലെ പല വചനങ്ങൾക്കും ഉത്തരം നൽകുകയാണ് വെളിപാട് പുസ്തകത്തിൽ. In Revelation, God is giving answers to many other books in the Old Testaments. സ്പിരിറ്റിന്റെ ധ്യാനം കൂടിയിട്ടുള്ളവർക്ക് അറിയാം, ജ്ഞാനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ദൈവത്തിന്റെ ആദ്യ സൃഷ്ടിയാണ് ജ്ഞാനം. Those who have taken part in Spiritan's retreat, you know that wisdom is the first creation of God. ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നതിന് മുൻപ്, Before God created heaven and earth, അവിടുന്ന് അദൃശ്യമായ ലോകം സൃഷ്ടിച്ചു. He created an unseen world. അതാണ് സ്വർഗം. That is heaven. അവിടെ മാലാഖമാർ സൃഷ്ടിക്കപ്പെട്ടു. There angels were created. പക്ഷെ അതിലെ അദൃശ്യമായ ലോകമാണ്. But that was an unseen world. എന്നാൽ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 1-ലെ വചനം പറഞ്ഞിരിക്കുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ്. But Genesis 1 says, in the beginning God created heaven and earth. നമുക്കതേ അറിഞ്ഞുകൂടൂ. We know only that. ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. In the beginning God created heaven and earth. കാരണം നമുക്ക് ദൃശ്യങ്ങളാണ് അവയെല്ലാം. Because these are visions, we can see it. എന്നാൽ ബൈബിൾ പഠിപ്പിക്കുകയാണ്, ഈ ദൃശ്യമായവ സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപ് But Bible teaches before the seen world was created, ഒരു അദൃശ്യമായ ലോകം സൃഷ്ടിക്കപ്പെട്ടു. an unseen world was അത് created. സ്വർഗമാണ്. That is heaven. അവിടെ സൃഷ്ടിക്കപ്പെട്ട മാലാഖമാര്. And the angels created there. എന്നാൽ അതിനു മുമ്പ്, മാലാഖമാര് സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപ്, But before the creation of the angels, ദൈവം ഒരു സൃഷ്ടികർമ്മം നടത്തി. God made a creation. ജ്ഞാനത്തെ ദൈവം സൃഷ്ടിച്ചു. God created wisdom. പ്രഭാഷകന്റെ പുസ്തകം 1:4 വചനം, ജ്ഞാനമാണ് എല്ലാറ്റിനും മുമ്പ് സൃഷ്ടിക്കപ്പെട്ടത്. Sirach 1, it was wisdom who was created before all things. അപ്പോൾ ദൈവത്തിന്റെ ഏറ്റവും ആദ്യത്തെ സൃഷ്ടി So അത് ജ്ഞാനമാണ്. God's first creation is wisdom. സുഭാഷിതങ്ങളുടെ പുസ്തകം 8-ാമത്തെ അധ്യായം 22-ലെ വചനം, Proverbs 8:22. കർത്താവ് തന്റെ സൃഷ്ടികർമ്മത്തിന്റെ ആരംഭത്തിൽ തന്റെ എല്ലാ ആദ്യ സൃഷ്ടികളിലും ആദ്യത്തേതായി എന്നെ സൃഷ്ടിച്ചു. The Lord created me at the beginning of his work, the first of his acts of long ago. യുഗങ്ങൾക്ക് മുൻപ്, ഭൂമിയുടെ ആവിർഭാവത്തിന് മുൻപ് ഒന്നാമതായി ഞാൻ സ്ഥാപിക്കപ്പെട്ടു. Ages ago I was set up at the first, before the beginning of the earth. സമുദ്രങ്ങൾക്കും ജലസമൃദ്ധമായ അരുവികൾക്കും മുൻപ് തന്നെ എനിക്ക് ജന്മം കിട്ടി.
When there was no depths, I was brought forth. When there was no springs abounding with water. പർവ്വതങ്ങൾക്കും കുന്നുകൾക്കും രൂപം കിട്ടുന്നതിന് മുൻപേ ഞാൻ ഉണ്ടായി. Before the mountains had been shaped, before the hills, I was brought forth. ഭൂമിയോ അതിലെ വയലുകളോ ആയത്തെ പൂഴിത്തരിയോ നിർമ്മിക്കുന്നതിന് മുൻപ് എനിക്ക് ജന്മം നൽകപ്പെട്ടു. When he had not yet made earth and fields or the world's first bits of soil, I was created. അവിടുന്ന് ആകാശങ്ങൾ സ്ഥാപിച്ചപ്പോഴും സമുദ്രത്തിന് മീതെ ചക്രവാളം ഉറപ്പിച്ചപ്പോഴും ഉന്നതത്തിൽ മേഘങ്ങളെ ഉറപ്പിച്ചപ്പോഴും സമുദ്രത്തിൽ ഉറവുകളെ സ്ഥാപിച്ചപ്പോഴും When he established the heavens, when he drew a circle on the face of the deep, when he made firm the skies above, when he established the fountains of the deep, ജലം തന്റെ കൽപ്പന ലംഘിക്കാതിരിക്കാൻ വേണ്ടി സമുദ്രത്തിന് അതിരിട്ടപ്പോഴും when he assigned to the sea its limit, ഭൂമിയുടെ അടിത്തറ ഉറപ്പിച്ചപ്പോഴും when he marked out the foundations of the earth, വിദഗ്ധനായ ഒരു പണിക്കാരനെ പോലെ ഞാൻ അവിടുത്തെ അരികിലുണ്ടായിരുന്നു. then I was beside him like a master worker. അപ്പൊ ഞാനും പറയാണ്, ദൈവത്തിന്റെ ആദ്യ സൃഷ്ടിയിൽ ദൈവം ആകാശവും ഭൂമിയും എല്ലാം സൃഷ്ടിച്ചപ്പോൾ, ഓരോ പൂഴിത്തരയും സൃഷ്ടിച്ചപ്പോൾ, സമുദ്രം സൃഷ്ടിച്ചപ്പോൾ, അത് അതിരിട്ടപ്പോൾ എല്ലാം ഞാനൊരു വിദഗ്ധ പണിക്കാരനെ പോലെ സൃഷ്ടാവായ ദൈവത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. So wisdom says when God created heaven and earth and he created the soils and seas and everything, she was beside him like a master worker. നമ്മൾ ജ്ഞാനത്തെ ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അത് എന്താണ് എന്നുള്ള ഒരു ആഴമായ ഒരു തിരിച്ചറിവ് പലപ്പോഴും ഉണ്ടാകുന്നില്ലെന്നുള്ളതാണ് സത്യം. Many times you're not having a great realization of what it is. പക്ഷെ അനേകം അനുഭവങ്ങളിലൂടെയും വചനത്തിന്റെ അടിസ്ഥാനത്തിലും പലപ്പോഴും നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്, ജ്ഞാനം ഒരു സ്ത്രീയാണ്. But based on the word and experience, I have told you many times that wisdom is a woman. കാരണം ജ്ഞാനത്തിന്റെ പുസ്തകം, പ്രഭാഷകന്റെ പുസ്തകം, ബാറൂക്കിന്റെ പുസ്തകം, ജോബിന്റെ പുസ്തകം, ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ കൊണ്ടെത്തിക്കുന്നതിലേക്കാണ് ദൈവം സൃഷ്ടിച്ചത് ജ്ഞാനം ഒരു സ്ത്രീ ആയിട്ടാണ്. Because when we read the book of Job, Proverbs, Sirach, it leads us to the conclusion that God created wisdom as a woman. തന്റെ ആദ്യ സൃഷ്ടികളായ മക്കളായ ആദം ഹവ്വ ഒരു പാപം ചെയ്തപ്പോൾ His first children, Adam and Eve, when they sinned, കർത്താവ് ദൈവം ആദത്തോട് ചോദിച്ചു, നീ എന്താണ് ചെയ്തത്? ആദം പറഞ്ഞു, നീ എനിക്ക് തന്ന കൂട്ടുന്ന സ്ത്രീ അവളാണ് ഇതിന് കാരണം, അവൾ ചെയ്യിപ്പിച്ചതാണ്. The Lord God asked Adam, what have you done? And he said, the woman whom you gave me as company, she is the one who did it. കർത്താവ് ദൈവം അവളോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? അവള് പറഞ്ഞു, ഞാനല്ല, സർപ്പം എന്നെ വഞ്ചിച്ചതാണ്. The Lord God asked Eve, what have you done? And she said, it was not me, the serpent deceived me. അപ്പോൾ കർത്താവ് ദൈവം സർപ്പത്തോട് പറയുന്നൊരു വചനമാണ് ഉൽപ്പത്തി 3:15 വചനം. That time this is the verse that the Lord God says to the serpent, Genesis 3:15. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. I will put enmity between you and the woman, between your offspring and hers. ഇവിടെ കർത്താവ് ദൈവം ആരംഭത്തിൽ പറയാണ്, സർപ്പത്തോട് പറയാണ്, നിനക്കും സ്ത്രീക്കും തമ്മിൽ, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. The Lord God says to serpent, I will put enmity between you and the woman and between her offspring and your offspring. ഹവ്വ എന്ന സ്ത്രീയെയാണ് സർപ്പം വഞ്ചിച്ചത്. The serpent deceived the woman called Eve. അതുകൊണ്ട് തന്നെ കർത്താവ് പറയാണ്, നിന്റെ തല തകർക്കാൻ, So God says to crush your head, നിനക്കെതിരെ ശത്രു ഉണ്ടാകാൻ to bring an enmity against you, ഞാൻ അയക്കാൻ പോകുന്ന ഒരു സ്ത്രീയെയാണ്. I'm going to send a woman. തന്റെ പുത്രനെ അയക്കുന്നല്ല അവിടുന്ന് പറഞ്ഞത്. He didn't say, I will send my son. പക്ഷെ നമ്മുടെ ബൈബിളിൽ, മലയാളം POC ബൈബിളിൽ അല്ലെ RS ഇംഗ്ലീഷ് ബൈബിളിലൊക്കെ അവൻ ഹി എന്നാണ് വിവർത്തനം But ചെയ്യപ്പെട്ടിട്ടുള്ളത്. in our Bibles it has been translated as he. അത് തെറ്റായ ഒരു ട്രാൻസ്ലേഷൻ ആണ്. That is a wrong translation. അത് മനുഷ്യനുണ്ടാക്കിയ ഒരു ഉത്തരമാണത്. That is an answer that man came up with. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ വലിയ പദ്ധതികളെ തകിടമറിക്കാൻ സാത്താനെ കൊണ്ട് സാധിച്ചു. Because of that, Satan has been able to overthrow many plans of God. അതുകൊണ്ടാണ് ഇവിടെ അത് കൃത്യമായ വചനത്തിലൂടെ അത് തിരിച്ചു കൊണ്ടുവന്ന് അത് ഏറ്റുപറഞ്ഞ് സത്യമായ കാര്യം ഇവിടെ സ്ഥാപിക്കപ്പെടുന്നത്. That is why we are telling the real original word and re-establishing the truth here. കർത്താവ് ദൈവം ഒരു സ്ത്രീയെ കുറിച്ചാണ് പറഞ്ഞത്, സ്ത്രീ അയക്കുമെന്നാണ് പറഞ്ഞത് നിന്റെ തല തകർക്കാൻ. The Lord God said about a woman that he will send a woman to crush his head. അവിടുന്ന് പറഞ്ഞു, നിനക്കും സ്ത്രീക്കും തമ്മിലും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിലും. He said an enmity between you and the woman, between your offspring and her offspring. അവളുടെ സന്തതി അത് യേശുക്രിസ്തുവാണെന്ന് നമുക്കറിയാം. We know her offspring is Jesus Christ. കാരണം യേശുക്രിസ്തുവാണ് സാത്താനെതിരായി അവനെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി വന്നവൻ. Because Jesus is the one who came against Satan to destroy him. സർപ്പത്തോട് പറഞ്ഞു, നിന്റെ സന്തതി. But he said to Satan, your offspring. സർപ്പത്തിന് സന്തതികളില്ല. The serpent doesn't have offsprings. സർപ്പം ഇവിടെ സാത്താനായിട്ട് നിൽക്കുകയാണ്. The serpent is a Satan here. സാത്താന്റെ സന്തതികള്, The offsprings of Satan. 1 യോഹന്നാൻ 3:9-10 വായിക്കുന്നു,
പാപം ചെയ്യുന്നവർ സാധാരണ സന്ധികളും പാപം ചെയ്യാത്തവര് ദൈവത്തിന്റെ മക്കളുമാണ്. In 1 John 3:9 we read, those who sin are the children of the devil and those who do not sin are the children of God. കർത്താവ് ദൈവം പറഞ്ഞ വചനത്തിന്റെ വ്യക്തമായ ഉത്തരം അവിടെ ഉണ്ട്. ആരാണ് പാപം ചെയ്ത് ജീവിക്കുന്നവർ പിശാചിന്റെ സന്തതികളാണ്. So the answer of what God said is clearly there, that those who commit sin are the children of the devil. പാപം ചെയ്യാത്തവർ ദൈവത്തിന്റെ മക്കളുമാണ്. And those who do not sin are the children of God. അതുകൊണ്ടാണ് 1 John 3:9 1 യോഹന്നാൻ 3:9 യോഹന്നാൻ പറയുന്നുണ്ട്, ദൈവത്തിൽ ജനിച്ചു ഒരുവനും പാപം ചെയ്യുന്നില്ല, കാരണം അവന് ദൈവചൈതന്യം വസിക്കുന്നു, അവിടെ അവന് പാപം ചെയ്യാൻ സാധ്യമല്ല. That is why John says that those who are born of God cannot sin because the seed of God abides in him. ഇവിടെ ഈ തലമുറയിൽ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് സ്ത്രീയുടെ സന്തതികളും സർപ്പത്തിന്റെ സന്തതികളുമായിട്ട്. Dear ones, in this generation a war is happening between the offspring of the woman and offspring of the serpent. വെളിപാട് 12:17 വചനം പറഞ്ഞിട്ടുണ്ട്, ദൈവകൽപ്പന കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായ അവളുടെ സന്തതികൾ. Revelation 12:17 says the children of that woman who obey the commandments of God and bear witness to Jesus Christ. ദൈവത്തിന്റെ വചനം അനുസരിക്കുന്ന, കൽപ്പന അനുസരിക്കുന്ന, യേശുവിന് സാക്ഷ്യം വഹിക്കുന്ന ലോകത്തിന്റെ പ്രകാശമായ ആ മക്കൾ അവര് മറിയത്തിന്റെ മക്കളാണ്. So the people who obey the commandments of God and bear witness to Jesus and live as the light of this world, they are സ്ത്രീയുടെ മക്കളാണ്. They are the children of the woman. ഹല്ലേലൂയ. Hallelujah. എന്നാൽ പാപം ചെയ്യുന്നവൻ പിശാചിന്റെ സന്തതി എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. But the word teaches us that those who sin are the children of devil. അപ്പോൾ ദൈവം കർത്താവ് പറഞ്ഞു, ഒരു ശത്രുതയെ ഉളവാക്കും നിനക്കും സ്ത്രീക്കും തമ്മിലും നിന്റെ സന്തതി അവളുടെ സന്തതിയുമായിട്ട്. So Lord God said, I will put an enmity between you and the woman, between her offspring and your offspring. യേശുക്രിസ്തു സാധാരണമായ ശത്രുതയും അതിൽ സ്ഥാപിച്ചിട്ടുണ്ട്. Jesus Christ has an enmity between Satan. എന്നാൽ യേശുവിന്റെ മക്കളും പാപത്തിന്റെ മക്കളുമായിട്ടുള്ള പോരാട്ടം, മറ്റൊരു വാക്കി പറഞ്ഞാൽ ദൈവത്തിന്റെ വചനവും പാപവുമായിട്ടുള്ള ഒരു യുദ്ധം അത് ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് ഭൂമിയിൽ. The war between the children of the word of God and between Satan's children is still happening in this world. ആര് ദൈവത്തിന്റെ വചനം പ്രകാരം വിശുദ്ധമായിട്ട് ജീവിക്കുന്നുവോ അവർ പാപത്തെ ജയിക്കുന്നവരായിട്ട് മാറുന്നു. Those who live according to the word of God and obey it, and they overcome sin. ദൈവത്തിന്റെ നിയമങ്ങൾ കൽപ്പനകൾ ലഭിച്ചിട്ടും അത് അനുസരിക്കാതെ പാപത്തെ ജീവിക്കുന്നവൻ പാപത്താൽ തോൽപ്പിക്കപ്പെടാനായിട്ട് മാറുന്നു. Those who have received the word and are not obeying it are being defeated by sin. അവർ പിശാചിന്റെ അടിമകളായിട്ട് മാറുന്നു, വലിയ നാശത്തിലേക്ക് വീണുപോകുന്നു. They are becoming the slaves of devil and falling into destruction. കർത്താവ് ദൈവം പറഞ്ഞ ഒരു സ്ത്രീയെ കുറിച്ച് ദൈവം പറഞ്ഞതിന്റെ കാരണം, And the reason the Lord God said about a woman is, അവിടത്തേക്ക് അറിയാമായിരുന്നു പിശാച് അവയെ വഞ്ചിക്കും, ആദത്തെ വീഴിക്കുമെന്ന് അറിയാമായിരുന്നു. he knew the serpent will deceive Eve and make Adam to fall. ആ പിശാചിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് And to destroy that Satan, കർത്താവ് ദൈവം ഒരു സ്ത്രീയെ മുൻകൂട്ടി കണ്ടു. the Lord God foresaw a woman, ആ സ്ത്രീയാണ് ജ്ഞാനം. and that woman is wisdom. അതുകൊണ്ട് ദൈവം പറഞ്ഞത് ഒരു സ്ത്രീ അയക്കും, അവൾ നിന്റെ തല തകർക്കുമെന്ന് That is പറഞ്ഞത്. why God is telling, I will send a woman and she will crush your head. ഹല്ലേലൂയ. അപ്പോൾ ഈ ഉൽപ്പത്തി 3:15 പറഞ്ഞിരിക്കുന്ന അടുത്ത വചനം പറഞ്ഞിരിക്കുന്നത് ഇതാണ്. ഇവിടെ നമ്മുടെ ബൈബിളിലുള്ളത് അവൻ എന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അവൻ നിന്റെ തല തകർക്കും, വാസ്തവത്തിൽ അത് തിരുത്തപ്പെടണം. അവൾ നിന്റെ തല തകർക്കുമെന്നാണ് യഥാർത്ഥമായ പരിഭാഷ. The real translation, the original one is she will crush your head. അതുകൂടി ഞാൻ പറഞ്ഞു പോവുകയാണ്. ബൈബിൾ എഴുതപ്പെട്ടത് ഹീബ്രു, ഗ്രീക്ക് ഭാഷകളിലാണ്. Bible was written in Hebrew and Greek. അത് പിന്നീട് ട്രാൻസ്ലേഷൻ നടത്തപ്പെട്ടു. After that it was translated. വിശുദ്ധനായ ജെറോമിന്റെ കാലത്ത്, During the time of Saint Jerome, അന്നത് പോപ്പിന്റെ നിർദ്ദേശപ്രകാരം വിശുദ്ധ ജെറോമാണ് ആദ്യമായിട്ട് ബൈബിള് ലാറ്റിൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടത്. according to the Pope's instruction, Saint Jerome was the first one who translated the Bible into Latin. ആ ബൈബിൾ അറിയപ്പെടുന്നത് വൾഗേറ്റ് എന്നാണ്. That Bible is known as the Vulgate. അനേകം നൂറ്റാണ്ടുകളോളം ആ വചനമാണ് സഭയിൽ ഉണ്ടായിരുന്നത്. For many centuries that word was there in the church. അതിന്റെ ലാറ്റിൻ പരിഭാഷ, The Latin version of that. ഈ ലാറ്റിൻ പരിഭാഷയിൽ വന്ന ബൈബിളിൽ, ജെറോമിന്റെ ബൈബിളിൽ എല്ലാ ബൈബിളിലും ഉള്ളത് she will crush your head എന്നാണ്. In the Latin translation of Jerome, it is clearly written, she will crush your head. ജെറോമിന് ആ ബൈബിൾ ശേഷം 1500 ആണ്ടിൽ ഉണ്ടായ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിൽ സഭയിലെ ഒത്തിരിയേറെ ആൾക്കാർ സഭ വിട്ടുപോയി പ്രൊട്ടസ്റ്റന്റുകാരായിട്ട് മാറി. അവർക്ക് സ്വന്തമായ തനിമയ്ക്ക് വേണ്ടി അവർ സ്വന്തമായി ബൈബിൾ ഉണ്ടാക്കി. After the Protestant Revolution, the 1500, the people got separated and they created a new Bible for themselves. അവരുടെ ബൈബിളില് സഭയ്ക്കെതിരായ ഒത്തിരിയേറെ കാര്യങ്ങൾ കടന്നു കയറി. And in their Bible, many things against the church came. പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറഞ്ഞ ഭാഗമൊക്കെ അവർ ക്യാൻസൽ ചെയ്തു. They cancelled every part that said about Mother Mary. ആ ഒരു സാഹചര്യത്തിലാണ് കത്തോലിക്ക വിശ്വാസികളെ ചില പ്രൊഫസർമാർ, ഡ്യുവേർ റീംസ് എന്ന് പറയുന്ന സർവകലാശാലകളിൽ ജോലി എടുത്തിരുന്ന കുറേ പ്രൊഫസർമാർ കൂടിക്കൊണ്ട് അവരാണ് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ആദ്യമായി കത്തോലിക്ക ബൈബിള്
ട്രാൻസ്ലേറ്റ് ചെയ്തത്. During that time, certain professors, Catholic professors, they gathered together and translated this Latin Bible into English. ഈ കത്തോലിക്ക ബൈബിളിൽ, ആദ്യത്തെ ബൈബിളിൽ In the first Catholic church, Catholic Bible, അതിങ്ങനെയാണ് വചനം കൊടുത്തിരിക്കുന്നത്. the verse is written like this: She shall crush thy head, She shall, അവൾ നിന്റെ തല തകർക്കും, and thou shalt lie in wait for her heel. നീ അവളുടെ കുതികാലിന് വേണ്ടി കാത്തു കിടക്കും. She shall crush your head, അവൾ നിന്റെ തല തകർക്കും. She will crush your head. നീ അവളുടെ കുതികാലിന് വേണ്ടി പതിയിരിക്കും. You shall lie in wait for her heel. പക്ഷെ നമ്മുടെ ബൈബിളിൽ ദൗർഭാഗ്യവശാൽ കൊടുത്തിരിക്കുന്നത് അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. But in our Bible it is written, she will strike your head and you will strike his heel. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ യേശു സാധാരണ തലയെ തകർക്കുന്നു. അപ്പോൾ പിശാച് പ്രതികാരം ചെയ്യുന്നു, യേശുവിനെ കുതികാലിൽ പരിക്കേൽപ്പിക്കുന്നു. If they refer to Jesus in this verse, it means that Jesus is crushing the head of Satan and he in revenge is striking the heel of Jesus. കുതികാൽ എന്ന് പറഞ്ഞ ഏത് ഭാഗത്താണ് വരുന്നത്? കാലുണ്ട്, കാലിൽ എവിടെയാ കുതികാല് വരുന്നത്? In your feet, where does the heel come? കുതികാല് ഉപ്പിരിയുടെ പുറഭാഗത്തോളാണ് കുതികാൽ എന്ന് പറയുക. The heel is the part that comes in the back end of your feet. അവിടെ പരിക്ക് പറ്റി കഴിഞ്ഞാൽ നടക്കാൻ പറ്റൂ? If it gets injured, can you walk? സാധിക്കില്ലയോ? Will you be able to walk? വലിയ വേദനയാണ്. You won't be able to walk, it will be very painful. വചനം പറയുകയാണ് യേശുവിന്റെ കുതികാലിൽ പിശാച് പരിക്കേൽപ്പിക്കും. So here it is written, the Satan will strike the heel of Jesus. അത് വലിയൊരു അന്യായമായി പോയി അങ്ങനെ എഴുതപ്പെട്ടത്. It became a great injustice to have it. കാരണം യേശു ദൈവത്തിന്റെ പുത്രനാണ്. Because Jesus is the son of God. യേശു കുരിശിൽ മരിച്ചതും വേദന സഹിച്ചതും പീഡ സഹിച്ചതും ആരും ഒരു പിശാചിന്റെയും പ്രവൃത്തി കൊണ്ടല്ല. Jesus crucifixion and suffering was not the plan of the devil. നമ്മുടെ പാപങ്ങൾ കൊണ്ട് യേശു ശിക്ഷിക്കപ്പെടണമായിരുന്നു. For our sins Jesus had to be punished. അങ്ങനെ ശിക്ഷിക്കപ്പെട്ട ആ ശിക്ഷയുടെ പാപത്തിന്റെ ശക്തിയെ നശിപ്പിക്കണമായിരുന്നു. And through that suffering the sins should be destroyed. അത് പിതാവിന്റെ പദ്ധതിയായിരുന്നു. That was the plan of God the Father. നമ്മെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, to save us, നമ്മെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് to redeem us. യേശു പീഡ സഹിച്ചു. Jesus suffered. ഒരിക്കലും പിശാചിന്റെ പ്രവൃത്തിയല്ല. That was not the deed of the Satan. സാത്താൻ പരിക്കേൽപ്പിച്ചതുമല്ല. It was not Satan striking him. അവൻ തന്നെ ശൂന്യനാക്കി അവിടെ. He emptied himself completely. കാരണം യേശു പലപ്പോഴും അധികം പ്രാവശ്യം അപ്പോസ്തലന്മാരോട് പറഞ്ഞു താൻ പീഡ സഹിക്കും, മരിക്കും. ഇതൊക്കെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. Because 3 times Jesus told his apostles that he has to suffer and be crucified. That means Jesus was preparing for his death. യേശു തന്റെ മരണത്തിന് വേണ്ടി ഒരുങ്ങുകയായിരുന്നു. കർത്താവ് തന്നെ ഒരുക്കിക്കൊണ്ട് കാത്തിരിക്കുകയായിരുന്നു. കാരണം അവനറിയാം താൻ മരിക്കാൻ വേണ്ടി വന്ന യേശുക്ക് അറിയാമായിരുന്നു. He was preparing himself and waiting for his death because he knew he came to die. ഇവിടെ ഒരിക്കലും പിശാചിന് യേശുവിന്റെ മേൽ അവകാശമില്ല, അധികാരമില്ല. Dear one, Satan has no right or authority over Jesus. അതുകൊണ്ടാണ് യോഹന്നാൻ 14 യേശു പറയുന്നുണ്ട് ഈ ലോകത്തിന്റെ അധികാരി വരുന്നു, എന്നാൽ എന്റെ മേൽ അവന് യാതൊരു അധികാരവും ഇല്ല. That is why Jesus says in John 14, the ruler of this world comes but he has no authority upon me. എന്റെ മേൽ യാതൊരു, ഉറക്കെ പറ, say loudly, അധികാരവുമില്ല. He has no authority upon കർത്താവ് യേശു പറഞ്ഞ വചനമാണത്. It is the word that Jesus said. നിങ്ങളൊന്ന് എഴുന്നേറ്റ് ഉറക്കെ പറഞ്ഞത് യേശു പറഞ്ഞ വചനം. ഈ ലോകത്തിന്റെ അധികാരി വരുന്നു, എന്നാൽ അവൻ എന്റെ മേൽ യാതൊരു അധികാരവുമില്ല, യാതൊരു അധികാരവുമില്ല, യാതൊരു അധികാരവുമില്ല. തന്നെ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ശ്രുതിക്കുന്നു, 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 ശ്രുതിക്കുന്നു. സ്തോത്രം, ഗ്ലോറി, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ. Repeat it. The ruler of this world comes, but he has no authority over me. ഹല്ലേലൂയ. ഏറ്റു പറയിപ്പിച്ചത് ഇത്രയും കാലങ്ങൾ ഈ വചനത്തിലൂടെ ഇങ്ങനെ യേശുവിന്റെ കാലിൽ പരിക്കേൽപ്പിക്കാൻ പിശാചിന് അനുവാദം കൊടുക്കപ്പെട്ടു എന്നുള്ളതാണ്. അത് നമ്മൾ ആക്രമിക്കണം കാരണമാണ്, അത് മനസ്സിലാക്കണം. I made you repeat this because in this, according to this word, the devil strikes the leg of Jesus and it is a reason for us to be attacked. ദൈവത്തിന്റെ എല്ലാതൊരു പദ്ധതി മനുഷ്യൻ അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞപ്പോൾ ആ വചനമാണത്. When man wrote like that, it is a word. ആ വചനം വെച്ചുകൊണ്ട് സഭയെ ആക്രമിക്കാം, മനുഷ്യരെ ആക്രമിക്കാം. By keeping that word, the church and people can be attacked. എന്നാൽ നമ്മൾ ഏറ്റു പറഞ്ഞു യേശുവിന്റെ മേൽ ഈ ലോകത്തിന്റെ അധികാരി സാത്താൻ യാതൊരു അധികാരവും ഇല്ല. But we confess that the ruler of this world has no authority upon Jesus. യേശുക്രിസ്തു കർത്താവും ദൈവവുമാണ്. Jesus is Lord and God. യേശുവിന്റെ നാമം എല്ലാ നാമത്തിനും ഉപരിയായ നാമമാണ്. The name of Jesus is above all names. അധികാരവും ശക്തിയുള്ള നാമമാണ് യേശുവിന്റെ നാമം. The name of Jesus is authority and ആ dominion. നാമത്തിന് മുമ്പിൽ സാത്താൻ കീഴടങ്ങണം. And before that name Satan has to bow down. പിശാച് കീഴടങ്ങുന്ന യേശുവിന്റെ നാമത്തിൽ കീഴടങ്ങും. Satan will surrender in the name of Jesus. യേശുവിന്റെ മേൽ യാതൊരു അധികാരവുമില്ല. He has no authority upon Jesus. യേശുവിന്റെ മക്കളുടെ മേൽ യാതൊരു അധികാരവുമില്ല. He has no authority upon the children of Jesus. യേശുവിന്റെ സഭയുടെ മേൽ യാതൊരു He അധികാരവുമില്ല. has no authority upon the church of Jesus. തന്നെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, ഗ്ലോറി, ആരാധന.
സ്തോത്രം, അങ്ങേക്ക് നന്ദി, അങ്ങേക്ക് മഹത്വം. ഹല്ലേലൂയ, ഗ്ലോറി. അടുത്തവന് പറയുകയാണ്, and thou shalt lie in wait for her heel. അവളുടെ കുതികാലിൽ ഇവിടെ നീ കാത്തു കിടക്കും. The next verse says, you shall lie in wait for her heel. അത് കുതികാലിൽ പരിക്കേൽപ്പിക്കാൻ വേണ്ടിയല്ല, മറിച്ച് അവളുടെ കുതികാലിനാൽ ചവിട്ടപ്പെടാൻ വേണ്ടിയിട്ടാണ്. It is not to strike her heel, but rather to be crushed by her heel. ചവിട്ടപ്പെടാൻ വേണ്ടിയാണ് സാധാരണ. You should be crushed, Satan. സ്ത്രീയായ കന്യാമറിയത്തിന്റെ കുതികാൽ കൊണ്ട് നീ ചവിട്ടപ്പെടാൻ വേണ്ടിയാണ് നീ അവിടെ കാത്തു കിടക്കേണ്ടത്. Oh Satan, you are lying. ഹല്ലേലൂയ. You should lie in wait to be crushed by the heel of the woman. ഹല്ലേലൂയ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു യേശുവേ.